Hello students, നമ്മുടെ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയതായിരുന്നു. If a square matrix A has one side inverse, then this is a two-sided inverse. That is, both left and right inverse exist and also they are equal. ഒരു സ്ക്വയർ മെട്രിക്സിന് ഒരു ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒന്നുകിൽ ലെഫ്റ്റ് ഇൻവേഴ്സ് അല്ലെങ്കിൽ റൈറ്റ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, സപ്പോസ് ലെഫ്റ്റ് ഇൻവേഴ്സ് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ റൈറ്റ് ഇൻവേഴ്സും എക്സിസ്റ്റ് ചെയ്യും. അതോടൊപ്പം തന്നെ ഈ രണ്ട് ഇൻവേഴ്സുകളും ലെഫ്റ്റ് ഇൻവേഴ്സും റൈറ്റ് ഇൻവേഴ്സും സെയിം മെട്രിക്സ് തന്നെയായിരിക്കും. തിരിച്ചും പറയാം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞത്. നെക്സ്റ്റ്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഡെഫിനിഷനിലേക്ക് പോകാം. ഒരു സ്ക്വയർ മെട്രിക്സിന് എപ്പോഴാണ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സ്ക്വയർ മെട്രിക്സിന് ഇൻവേർട്ടിബിൾ മെട്രിക്സ് നമ്മൾ വിളിക്കുന്നത് എപ്പോഴാണ്? ഡെഫിനിഷൻ: an n by n matrix A is invertible if A has an inverse. അതിനൊരു ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഇൻവേർട്ടിബിൾ മെട്രിക്സ് എന്ന് വിളിക്കും, നമുക്കറിയാം. ദാറ്റ് ഈസ്, കണ്ടീഷൻ ഈസ് there exists a unique A inverse of A such that A into A inverse is equal to in which is equal to A inverse. അപ്പോൾ എ എന്ന് പറയുന്ന ഒരു n by n മെട്രിക്സിന് ഒരു ഇൻവേർട്ടിബിൾ ആയിരിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണം. ഇനി എപ്പോഴാണ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുക? ദാറ്റ് ഈസ് there exists a unique matrix. നമ്മളതിനെ A inverse എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. there exists a unique matrix A inverse such that A into A inverse is equal to A inverse into A is equal to എന്ത് കിട്ടണം? n by n ഐഡൻറ്റിറ്റി മെട്രിക്സ്. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു യുണീക്ക് മെട്രിക്സ് എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻവേഴ്സ് ഓഫ് എ എന്ന് പറയുക. ഓക്കെ, നമുക്കറിയാം. നെക്സ്റ്റ് വി കൺസിഡർ എ നോട്ട്: ഇഫ് എ ഈസ് ഇൻവേർട്ടിബിൾ ദെൻ എ ഇൻവേഴ്സ് ഈസ് ഓൾസോ ഇൻവേർട്ടിബിൾ. എയുടെ ഇൻവേഴ്സ് ആണ് എ ഇൻവേഴ്സ്. ഓക്കെ, അപ്പം എ ഇൻവേർട്ടിബിൾ ആണെങ്കിൽ എ ഇൻവേഴ്സും ഇൻവേർട്ടിബിൾ ആയിരിക്കും, ശരിയല്ലേ? എ ഇൻവേഴ്സും ഇൻവേർട്ടിബിൾ ആയിരിക്കും. ആൻഡ് ഓൾസോ എ ഇൻവേഴ്സിൻ്റെ ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എ എന്ന് പറയുന്ന മെട്രിക്സ് കിട്ടും. അപ്പോൾ എ ഇൻവേർട്ടിബിൾ ആണെങ്കിൽ അതിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും, അതിനെയാണ് നമ്മൾ എ ഇൻവേഴ്സ് എന്ന് വിളിക്കുക. ആൻഡ് എ ഇൻവേഴ്സും ഇൻവേർട്ടിബിൾ ആയിരിക്കും. ആൻഡ് ഓൾസോ എ ഇൻവേഴ്സിന് എന്ന് പറയുന്നത് തിരിച്ച് ചെയ്ത് തന്നെ കിട്ടും, എ എന്ന് പറയുന്ന മെട്രിക്സ് തന്നെ കിട്ടും. നോട്ട് നമ്പർ 2: if B is rho equivalent to A, if and only if there is an invertible matrix E such that B is equal to E into A. B എന്ന് പറയുന്നത് rho equivalent to A ആകണമെന്നുണ്ടെങ്കിൽ if and only if there is an invertible matrix E such that B is equal to E into A. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതായത് ബി എന്ന് പറയുന്ന മെട്രിക്സ് റോ ഈക്വലൻ്റ് ടു എ ആണെന്നുണ്ടെങ്കിൽ ബി എ എനിക്ക് സം മെട്രിക്സ് ഇൻറ്റു എ ഫോമിൽ എഴുതാൻ പറ്റണം, അല്ലെങ്കിൽ ദാറ്റ് മെട്രിക്സ്, ആ മെട്രിക്സ് എന്ന് പറയുന്ന എലമെൻ്ററി മെട്രിക്സിനെ പ്രോഡക്റ്റായിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്താണ്. അപ്പോൾ ആ മെട്രിക്സ് എന്ന് പറയുന്നത് ഇൻവേർട്ടിബിൾ മെട്രിക്സ് ആയിരിക്കും. That is the condition. B is rho equivalent to A if and only if there is an invertible matrix E such that B is equal to E into A. ഇപ്പോൾ ഇൻവേർട്ടിബിൾ മെട്രിക്സിൻ്റെ പ്രോഡക്റ്റ് ആണ് ഏത്? ഇ എന്ന് പറയുന്ന മെട്രിക്സ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഇൻവേർട്ടിബിൾ മെട്രിക്സിൻ്റെ പ്രോഡക്റ്റ് ആണ് ഇ എന്ന് പറയുന്ന മെട്രിക്സ്. ഓക്കെ, സോ നെക്സ്റ്റ്, ഇനി ഒരു മെട്രിക്സ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻവേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? ഇത് നമ്മൾ ഓൾറെഡി +1 +2 ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന ഒരു മെത്തേഡാണ്. ഒരു മെട്രിക്സ് തന്നു കഴിഞ്ഞാൽ ഐഡൻറ്റിറ്റി മെട്രിക്സോട് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അതിന് കറസ്പോണ്ടിങ് ഇൻവേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? ഫോർ എക്സാമ്പിൾ, വി കൺസിഡർ മെട്രിക്സ് 1 2 3, മെട്രിക്സ് 1 2 3 1 3 4 1 4 4. ഫൈൻ എ ഇൻവേഴ്സ്. തന്നിരിക്കുന്ന ഒരു 3/3 മെട്രിക്സ് ആണ്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 3/3 ഓർഡറുള്ള ഐഡൻറ്റിറ്റി മെട്രിക്സോട് കൺസിഡർ ചെയ്യുക. സോ വി കൺസിഡർ എ ഐ 3. So that is equal to, so the A is 1 2 3 1 3 4 1 4 4. Then I3, that is a 3/3 identity matrix. That is 1 0 0 0 1 0 0 0 1. That is a matrix I3. ഓക്കെ, നമ്മൾ ചെയ്യുന്ന മെത്തേഡ് ഇതാണ്. എ എന്ന് പറയുന്ന മെട്രിക്സിൽ എലമെൻ്ററി ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ എ എന്ന് പറയുന്ന മെട്രിക്സിനെ എങ്ങോട്ട് റെഡ്യൂസ് ചെയ്യുന്നു? ഏത് ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്യുന്നു? I3A റെഡ്യൂസ് ചെയ്യുന്നു. എ എന്ന് പറയുന്ന മെട്രിക്സിൽ എലമെൻ്ററി ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്തുകൊണ്ട് എ എന്ന് പറയുന്ന മെട്രിക്സിനെ 3/3 ഐഡൻറ്റിറ്റി മെട്രിക്സ് ആക്കി മാറ്റുന്നു. അപ്പോൾ എയിൽ ഏതൊക്കെ ഓപ്പറേഷൻ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടോ അതോടൊപ്പം തന്നെ ഈ റൈറ്റ് സൈഡ് മെട്രിക്സിലും അതേ ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്തു പോവുക. അപ്പോൾ ലാസ്റ്റ് എ എന്ന് പറയുന്ന മെട്രിക്സ് I3യിലേക്ക് റെഡ്യൂസ് ചെയ്യുമ്പോൾ ഈ റൈറ്റ് സൈഡ് മെട്രിക്സ് നിങ്ങൾക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് റൈറ്റ് സൈഡ് മെട്രിക്സ് ഇവിടെ കിട്ടുന്നുണ്ടല്ലോ I3ക്ക് റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത്. ഈ മെട്രിക്സ് ആയിരിക്കും എയുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, +2 നിങ്ങൾ പഠിച്ചിരിക്കുന്ന കാര്യം തന്നെയാണ്. ഓക്കെ, അതാണ് നമ്മളവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എനിക്ക് വേണ്ടത് എ എന്ന് പറയുന്ന മെട്രിക്സിനെ
I3യിലേക്ക് റെഡ്യൂസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ഓപ്പറേഷൻസ് കൺസിഡർ ചെയ്ത് ρ2 മൈനസ് ρ1, ρ3 ചേഞ്ചസ് ടു ρ3 മൈനസ് ρ1. അപ്പോൾ അതോടൊപ്പം തന്നെ എയിൽ നിങ്ങൾ ഈ ഓപ്പറേഷൻ അപ്ലൈ ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ റൈറ്റ് സൈഡ് മെട്രിക്സിലും അതേ ഓപ്പറേഷൻ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. സോ ആ ഒരു കാര്യം പ്രത്യേകിച്ച് ഈ റൈറ്റ് സൈഡ് മെട്രിക്സിലും അതേ ഓപ്പറേഷൻ അപ്ലൈ ചെയ്ത് പോകുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? ഓക്കെ. ദെൻ നെക്സ്റ്റ് വിച്ച് ഈസ് ഈക്വലൻ ടു നെക്സ്റ്റ് വി കൺസിഡർ ρ3 മൈനസ് 2 ρ2. അവിടെയും നമ്മൾ റൈറ്റ് സൈഡ് മെട്രിക്സിലും അതേ ഓപ്പറേഷൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. ദെൻ ρ1 മൈനസ് 2 ρ2, ദെൻ ρ2 പ്ലസ് ρ3. ലാസ്റ്റ് നമുക്കിവിടെ ഈ ഒരു മെട്രിക്സിലേക്ക് ലാസ്റ്റ് നമ്മൾ ഏത് ഫോമിലേക്ക് കൊണ്ടുവന്നു? I3 ഫോമിലേക്ക്, I3യിലേക്ക് റെഡ്യൂസ് ചെയ്തു. അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡ് മെട്രിക്സ് എന്ന് പറയുന്നത് കിട്ടുക 4 മൈനസ് 4 1 0 മൈനസ് 1 1 മൈനസ് 1 2 മൈനസ് 1 ആണ്. സോ ആ മെട്രിക്സ് ആയിരിക്കും എയുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം, വെരിഫൈ ചെയ്ത് നോക്കാം. എ ഇൻറ്റു എ ഇൻവേഴ്സ് എടുക്കുമ്പോൾ I3 കിട്ടുന്നുണ്ടോ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ. സോ ഇപ്പോൾ ഇതാണ് ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ ഒരു മെത്തേഡ് ഓൾറെഡി നിങ്ങൾ പഠിച്ചിരിക്കുന്ന ഒരു മെത്തേഡ് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് ഒരു 2-3 മെട്രിക്സ് വന്നിട്ടുണ്ട്. ഡിറ്റർമിൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് മെട്രിക്സ് ആർ ഇൻവേർട്ടിബിൾ ആൻഡ് ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് ദ ഫസ്റ്റ് മെട്രിക്സ് 1 1 1 1 2 3 0 1 1, സെക്കൻഡ് മെട്രിക്സ് 1 2 1 1 3 2 1 0 1, തേർഡ് മെട്രിക്സ് 1 2 2 1 3 1 1 1 3. ഇപ്പോൾ ഇതായിരിക്കും നിങ്ങളുടെ ഇന്നത്തെ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഇത് മെത്തേഡ് ഞാൻ പറഞ്ഞു. ഫസ്റ്റ് ഓഫ് ഓൾ ഈ മെട്രിക്സ് ഇൻവേർട്ടബിൾ ആണെന്ന് ചെക്ക് ചെയ്യണം. ഇൻവേർട്ടബിൾ ആണെന്ന് ചെക്ക് ചെയ്യാനുള്ള മെത്തേഡ് നമ്മളിപ്പോൾ കഴിഞ്ഞ റിസൾട്ട്സുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ എങ്ങനെയാണ് നമുക്കൊരു മെട്രിക്സിന് ഇൻവേർട്ടബിൾ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ആ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ മെട്രിക്സ് ഇൻവേർട്ടബിൾ ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാം. ഇൻവേർട്ടബിൾ ആണെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ ഈ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. നമുക്കറിയാം സ്ക്വയർ മെട്രിക്സ് ആയതുകൊണ്ട് ഇൻവേർട്ടബിൾ ആണെങ്കിൽ അല്ലെങ്കിൽ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് യുണീക്കാണ്. ലെഫ്റ്റ് ഇൻവേഴ്സും റൈറ്റ് ഇൻവേഴ്സും സെയിം മെട്രിക്സ് ആണ്. അതിനെയാണ് നമ്മൾ ഇൻവേഴ്സ് അല്ലെങ്കിൽ മെട്രിക്സിന് ഇൻവേഴ്സ് എന്ന് പറയുക. അപ്പം ഇപ്പം പറഞ്ഞ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് ഈ 3 മെട്രിക്സിൻ്റെയും ഇൻവേർട്ടബിൾ ആണെങ്കിൽ ഇൻവേർട്ടബിൾ ആണെന്ന് നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്ത് നോക്കുക. കണ്ടീഷൻസ് യൂസ് ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്ത് നോക്കുക. ഇൻവേർട്ടബിൾ ആണെങ്കിൽ ഈ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇതായിരിക്കും നിങ്ങളുടെ ഇന്നത്തെ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. മെട്രിക്സസ് ഈ 3 മെട്രിക്സസ്. ഓക്കെ. നെക്സ്റ്റ് വി കൺസിഡർ നോട്ട്. If A is invertible and B is invertible, then A plus B need not be invertible. എയും ബിയും ഇൻവേർട്ടബിൾ ആണെന്ന് കരുതി സം ഓഫ് ദ മെട്രിക്സ്, രണ്ട് മെട്രിക്സ് ഇൻവേർട്ടബിൾ മെട്രിക്സിൻ്റെ സമ്മ് ഇൻവേർട്ടബിൾ ആവണമെന്നൊരു നിർബന്ധവുമില്ല. ഫോർ എക്സാമ്പിൾ വി കൺസിഡർ A is equal to n/n ഐഡൻറ്റിറ്റി മെട്രിക്സ് IN നമുക്കറിയാം ഇൻവേർട്ടബിൾ ആണ്. ആൻഡ് വി കൺസിഡർ ദ സെക്കൻഡ് മെട്രിക്സ് B is equal to -IN ആണ് B എന്ന് പറയുന്നത്. -IN ഇൻവേർട്ടബിൾ ആണെന്ന് നമുക്കറിയാം. ഓക്കെ. അങ്ങനെയാണെങ്കിൽ A പ്ലസ് ബി എന്ന് പറയുന്നത് എന്താ കിട്ടുക? A പ്ലസ് ബി എന്ന് പറയുന്നത് n/n സീറോ മെട്രിക്സ് ആണ് കിട്ടുക അല്ലേ? സീറോ മെട്രിക്സ് ഓഫ് ഓർഡർ n/n. സീറോ മെട്രിക്സ് ഓഫ് ഓർഡർ n/n ആണ് A പ്ലസ് ബി എന്ന് പറയുന്നത്. ദറ്റ് ഈസ് നോട്ട് ആൻ ഇൻവേർട്ടബിൾ മെട്രിക്സ്. ദറ്റ് ഈസ് നോട്ട് ആൻ ഇൻവേർട്ടബിൾ. എയും ബിയും ഇൻവേർട്ടബിൾ ആയിരുന്നു, പക്ഷേ A പ്ലസ് ബി എന്ന് പറയുന്നത് ഇൻവേർട്ടബിൾ അല്ല എന്ന് കിട്ടി. അപ്പോൾ രണ്ട് ഇൻവേർട്ടബിൾ മെട്രിക്സിൻ്റെ സമ്മ് ഇൻവേർട്ടബിൾ ആണെന്നൊരു നിർബന്ധവുമില്ല. അതൊരു കൗണ്ടർ എക്സാമ്പിളാണ് നമ്മൾ പറഞ്ഞത്. Next we consider theorem that A and B be n/n matrices. If A and B are invertible, then so is A into B. ഇവിടെ പറയുന്നത് ഇതേപോലെ തന്നെ എയും ബിയും ഇൻവേർട്ടബിൾ ആണ്, n/n മെട്രിക്സ് ആണ്. ഇൻവേർട്ടബിൾ ആണെങ്കിൽ A into B ഇൻവേർട്ടബിൾ ആയിരിക്കും എന്നാണ് പറയുക. സമ്മിൻ്റെ കേസ് നമ്മൾ കണ്ടു, അത് സാറ്റിസ്ഫൈ ചെയ്യണം നിർബന്ധമില്ല. പക്ഷേ പ്രോഡക്റ്റിലേക്ക് വരുമ്പോൾ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, ഇൻവേർട്ടബിൾ ആണ്. എയും ബിയും ഇൻവേർട്ടബിൾ ആണെങ്കിൽ A into B n/n മെട്രിക്സ് ആണ്. A into ബിയും ഇൻവേർട്ടബിൾ ആയിരിക്കും. മോറോവർ A into ബിയുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഈ സെയിം ആസ് B ഇൻവേഴ്സ് ഇൻറ്റു A ഇൻവേഴ്സ് ആയിരിക്കും. B ഇൻവേഴ്സ് ഇൻറ്റു A ഇൻവേഴ്സ് ആയിരിക്കും A ബിയുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ വി കൺസിഡർ പ്രൂഫ്. വി കൺസിഡർ A B ഇൻറ്റു ഫസ്റ്റ് നമുക്ക് B ഇൻവേഴ്സ് ഇൻറ്റു A ഇൻവേഴ്സ് A ബിയുടെ ഇൻവേഴ്സ് ആണെന്നാണ് അറിയേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കണ്ടീഷൻ യൂസ് ചെയ്യുക. A ഇൻവേഴ്സ് Aയുടെ ഇൻവേഴ്സ് ആയിരിക്കണമെന്നുണ്ടെങ്കിൽ A ഇൻറ്റു A ഇൻവേഴ്സ് എടുക്കുമ്പോഴും A ഇൻവേഴ്സ് ഇൻറ്റു A എടുക്കുമ്പോഴും എന്ത് കിട്ടണം? IN കിട്ടണം. അപ്പോൾ അതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ നമുക്ക് വേണ്ടത് B ഇൻവേഴ്സ് ഇൻറ്റു A ഇൻവേഴ്സ് എന്ന് പറയുന്നത് എ ബിയുടെ ഇൻവേഴ്സ് ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ കണ്ടീഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വെരിഫൈ ചെയ്യേണ്ടത് ഇതാണ്. എ ബി ഇൻറ്റു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് എടുക്കുന്നതും ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് ഇൻറ്റു എ ബി എടുക്കുമ്പോഴും സെയിം ആയിരിക്കണം. ഈക്വൽ ടു എന്ത് കിട്ടണം? ഈക്വൽ ടു n/n ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടുന്നുണ്ടോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് നമുക്ക് വെരിഫൈ ചെയ്യേണ്ടത്. So first we consider AB into B inverse into A inverse. That is equal to A into, using the associative property of matrix multiplication, we can write that is equal to A into B inverse into A inverse, and that is equal to B inverse. Since B inverse is the inverse of B, so
B inverse become In. Using this condition, we get B inverse is equal to In, and that is equal to A into In into A inverse, that is equal to A into A inverse. Again, A inverse is the inverse of A, so using this condition we get A into A inverse is equal to In. So A B into B inverse A inverse we get, that is our In. Similarly, we can prove that B inverse into A inverse into A B എന്ന് പറയുന്നത്, ഇത് നിങ്ങൾ വെരിഫൈ ചെയ്യുക, ഇതുകൂടെ നിങ്ങൾ വെരിഫൈ ചെയ്യണം. സോ ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് ഇൻറ്റു എ ബി എന്ന് പറയുന്നത് ഇതേപോലെ നിങ്ങൾ IN ആണെന്നുള്ളത് വെരിഫൈ ചെയ്യുക, ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കണ്ടീഷനും നമുക്ക് വേണം. രണ്ട് കണ്ടീഷൻ നിങ്ങൾ വെരിഫൈ ചെയ്യുക, ഈക്വൽ ടു IN ആണെന്ന് വെരിഫൈ ചെയ്യുക. സോ വി ഗെറ്റ് എ ബി ഇൻവേഴ്സ് ഈ സെയിം ആസ് ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് ആണെന്ന് പറയാം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ വെരിഫൈ ചെയ്യുക, അതുകൊണ്ട് നിങ്ങൾ ആ കൂടെ തന്നെ എഴുതി പോവുക ഈ ഒരു കേസിലൂടെ. ഓക്കെ, നെക്സ്റ്റ് വി കൺസിഡർ corollary. If A is invertible, then A raised to M is also invertible for every positive integer M. Moreover, A raised to M inverse is same as A inverse raised to M. A inverse raised to M. അപ്പോൾ A ഇൻവേർട്ടബിൾ ആണെങ്കിൽ എയുടെ ഏത് പോസിറ്റീവ് പവർ നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും അതും ഇൻവേർട്ടബിൾ ആയിരിക്കും. ഓക്കെ, സോ വി കൺസിഡർ പ്രൂഫ് using the induction method. We use the induction method here. So we consider when M is equal to 1, then A raised to M become, for M equal to 1, A raised to M become A raised to 1. Okay, so for this case, for M equal to 1, we get A raised to 1 inverse. So A raised to 1 inverse, that is A inverse. A inverse, A raised to 1 inverse is same as A inverse, and that is same as A inverse raised to 1. So for M equal to 1, we get A raised to 1 inverse is same as A inverse raised to 1. So the result is true for M equal to 1. So the result is true for M equal to 1. Next, that we assume that the result is true for M. We assume that the result is true for M. That is, we assume that A raised to M inverse is same as A inverse raised to M. We assume that A raised to M inverse is same as A inverse raised to M. നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? The result is true for M plus 1. M plus 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം, അല്ല M plus 1 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് പ്രൂവ് ചെയ്യണം. ദാറ്റ് ഈസ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതാണ് A raised to M plus 1 raised to inverse, അല്ലെ A raised to M plus 1 raised to inverse is same as A inverse raised to M plus 1 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു അസംഷനിൽ നിന്നും നമുക്ക് അതിൻ്റെ പ്രൂഫിലേക്ക് പോകണം. ക്ലിയർ ആണല്ലോ? ഓക്കെ, കൺസിഡർ. സോ അതിന് വേണ്ടി വി കൺസിഡർ സ്റ്റാർട്ട് വിത്ത് A raised to M plus 1 inverse. A raised to M plus 1 inverse. A raised to M plus 1 inverse. That is equal to A raised to M plus 1. We can write that is equal to A raised to M into A inverse. A B inverse ഇപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. A B inverse എന്ന് പറയുന്നത് B inverse into A inverse ആണ് നമ്മൾ കണ്ടു കഴിഞ്ഞു. A B യുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഓർഡർ തിരിഞ്ഞാൽ വരിക. A B inverse is same as B inverse into A inverse ആണ്. B inverse into A inverse. സോ അത് അപ്ലൈ ചെയ്യുമ്പോൾ A raised to M into A inverse നമുക്ക് എങ്ങനെ എഴുതാം? A inverse into A raised to M inverse എന്ന് എഴുതാം. That is equal to A inverse into A raised to M inverse നമ്മൾ assumption അനുസരിച്ച് which is same as A inverse raised to M. So we get that is equal to A inverse raised to M plus 1. So we get A raised to M plus 1 inverse is same as A inverse raised to M plus 1. So the result is true for M plus 1. So by the induction method, we conclude that therefore A raised to M inverse is same as A inverse raised to M for every positive integer M. For every positive integer M, that result is true. Clear ആണല്ലോ? Next, we consider another theorem. If A is invertible, so is its transpose A transpose. Moreover, A transpose inverse is same as A inverse transpose. A invertible ആണെങ്കിൽ അതിൻ്റെ ട്രാൻസ്പോസും ഇൻവേർട്ടിബിൾ ആയിരിക്കും. ആൻഡ് ഓൾസോ A ട്രാൻസ്പോസിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഈ സെയിം ആസ് A ഇൻവേഴ്സ് ട്രാൻസ്പോസ് ആയിരിക്കും. A ഇൻവേഴ്സ് ട്രാൻസ്പോസ്. ക്ലിയർ ആണല്ലോ? വി ഹാവ് IN ഈസ് ഈക്വൽ ടു, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്, അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് A ട്രാൻസ്പോസിൻ്റെ ഇൻവേഴ്സ് എന്താണെന്ന് കാണിക്കേണ്ടത് A ഇൻവേഴ്സ് ട്രാൻസ്പോസ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമ്മുടെ കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? A ട്രാൻസ്പോസ് ഇൻറ്റു A ഇൻവേഴ്സ് ട്രാൻസ്പോസ് എടുക്കുമ്പോഴും A ഇൻവേഴ്സ് ട്രാൻസ്പോസ് ഇൻറ്റു A ട്രാൻസ്പോസ് എടുക്കുമ്പോഴും എനിക്ക് എന്ത് കിട്ടണം? N/N ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടുമെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കണ്ടീഷൻ. So okay, we start with IN. And that is IN is same as IN transpose. തന്നെയാണ്. IN transpose that is equal to IN നെ നമുക്ക് എങ്ങനെ എഴുതാം? A into A inverse എഴുതാം. So A into A inverse transpose എന്ന് വരും. A into A inverse transpose, that is A into A inverse transpose. നമുക്കറിയാം A B ട്രാൻസ്പോസിന് നമ്മൾ എങ്ങനെ എഴുതിയിരുന്നു? നേരത്തെ പറഞ്ഞതാണ് A B ട്രാൻസ്പോസ് ഈസ് സെയിം as B ട്രാൻസ്പോസ് ഇൻറ്റു A ട്രാൻസ്പോസ് ആണ്. സോ അത് അപ്ലൈ ചെയ്യുമ്പോൾ ദാറ്റ് ബിക്കം A ഇൻവേഴ്സ് ട്രാൻസ്പോസ് ഇൻറ്റു A ട്രാൻസ്പോസ് എന്ന് കിട്ടും. സോ നമുക്കൊരു കണ്ടീഷൻ കിട്ടി, ദാറ്റ് ഈസ് A ഇൻവേഴ്സ് ട്രാൻസ്പോസ്
ഇൻറ്റു എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എന്താണെന്ന് കിട്ടി, ഐ എൻ എന്ന് കിട്ടി. ഓക്കെ, സോ ദാറ്റ് ഈസ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഈ സെക്കൻഡ് കണ്ടീഷനോട് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം. ഇതേപോലെ നിങ്ങൾക്ക് തിരിച്ചും പറയാം. അതായത് അവിടെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, സ്റ്റാർട്ട് വിത്ത് ഐ എൻ. ഇതേപോലെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക, ഐ എൻ ഈസ് ഈക്വൽ ടു ഐ എൻ ട്രാൻസ്പോസ്. അവിടെ ഐ എന്നിനെ എങ്ങനെ എഴുതാം, ഐ എൻ ക്യാൻ ബി റിട്ടൺ ആസ് എ ഇൻറ്റു എ ഇൻവേഴ്സ് എഴുതുന്നതിന് പകരം എന്ത് എഴുതാം, എ ഇൻവേഴ്സ് ഇൻറ്റു എ എന്ന് എഴുതാം. തിരിച്ചെടുത്താൽ മതി, എ ഇൻവേഴ്സ് ഇൻറ്റു എ എന്ന് എടുക്കാം. ക്ലിയർ ആണല്ലോ. എ ഇൻവേഴ്സ് ഇൻറ്റു എ എടുക്കുമ്പോൾ ദാറ്റ് ഇസ് ഐ എൻ. സോ ഐ എന്നിനെ അവിടെ എ ഇൻവേഴ്സ് ഇൻറ്റു എ കൊണ്ട് റീപ്ലേസ് ചെയ്യുക. ദെൻ ഇതേ രീതിയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് ദ സെക്കൻഡ് കണ്ടീഷൻ, എ ഇൻവേഴ്സ് ട്രാൻസ്പോസ്. സോറി, വി ഗെറ്റ് ദ ഫസ്റ്റ് കണ്ടീഷൻ, എ ട്രാൻസ്പോസ് ഇൻറ്റു എ ഇൻവേഴ്സ് ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്ത് തന്നെ കിട്ടും, ഐ എന്ന് തന്നെ കിട്ടും. അതും കൂടെ നിങ്ങളിവിടെ എഴുതി പോവുക. ആ ഒരു കണ്ടീഷനോടെ, സെക്കൻഡ് കണ്ടീഷനോട് നിങ്ങൾ ഇവിടെ നിന്ന് വെരിഫൈ ചെയ്ത് പോവുക ഈ കൂടെ എഴുതുമ്പോൾ. ക്ലിയർ ആണല്ലോ. സോ ഈ രണ്ട് കാര്യങ്ങൾ, ഈ രണ്ട് കണ്ടീഷനിൽ നമുക്ക് പറയാൻ പറ്റും എ ഇൻവേഴ്സ് ട്രാൻസ്പോസ് ഈസ് ദ ഇൻവേഴ്സ്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ എഴുതി പോകണം. ഈ നോട്ടിൽ ഈ ഒരു കണ്ടീഷനും കൂടെ ഈ പറഞ്ഞ രീതി അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് അതും കൂടെ നിങ്ങൾ പ്രൂവ് ചെയ്ത് പോവുക, സെക്കൻഡ് കണ്ടീഷൻ. സോ വി ഗെറ്റ് എ ഇൻവേഴ്സ് ട്രാൻസ്പോസ് ഈസ് ദ ഇൻവേഴ്സ് ഓഫ് എ ട്രാൻസ്പോസ്. ദാറ്റ് ഈസ് എ ഇൻവേഴ്സ് ട്രാൻസ്പോസ് is same as, sorry, A transpose inverse is same as A inverse transpose, A inverse transpose. Clear ആണല്ലോ. ഓക്കെ.